ഹലോ ഡിയർ വ്യൂവേഴ്സ്, അവഞ്ചേഴ്സ് ഡൂംസ്ഡേൻ്റെ അടുത്ത് നിന്ന് കുറച്ച് പുതിയ ലീക്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേൻ്റെ ഈ സ്റ്റാർട്ടിങ് സീനിൻ്റെ കുറച്ച് ലീക്സ് ആണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലെ കുറച്ച് ബ്രൂട്ടൽ സീൻസും നമ്മുടെ ഫേവറേറ്റ് സൂപ്പർ ഹീറോസിൻ്റെ ഡെത്ത് ഒക്കെ ഉണ്ടായിരിക്കുമെന്നാണ് റിപ്പോർട്ട്സും ലീക്സ് ഒക്കെ പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഇപ്പോഴും കുറേ ഫാൻസിന് ഡൗട്ടുണ്ട്. സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന റൂസോ ബ്രദേഴ്സ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കാനും സാധ്യതകളുണ്ട്. കാരണം നമ്മുടെ ഇൻഫിനിറ്റി വാറിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ താനോസിന്റെ എൻട്രി സീനിൽ നമ്മുടെ ഫേവറേറ്റ് ആയ ഗോഡ് ഓഫ് തണ്ടർ തോറിനെ തന്നെ അടിച്ചിട്ട് തോറിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ലോക്കിനെയും കൊന്ന് ഹൾക്കിനെയും നോക്ക് ഡൗൺ ചെയ്ത ഒരു എൻട്രി സീൻ അവിടെ ഉണ്ട്. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ മാസമായിട്ടായിരിക്കും ഡൂമിന്റെ എൻട്രി. കാരണം ഡൂമിന്റെ മേലിൽ നമുക്ക് കുറച്ച് പേടിയൊക്കെ വരണമല്ലോ. അപ്പോൾ ഡൂമിന്റെ മേലിൽ നമുക്ക് കുറച്ച് പേടിയൊക്കെ വരാനാണ് ഇപ്പോൾ റൈറ്റേഴ്സ് ഈ പുതിയ തീരുമാനമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. താനോസിന്റെ എൻട്രിനേക്കാളും ഡൂമിന്റെ എൻട്രി കുറച്ചുകൂടി ഇമ്പാക്ട്ഫുൾ ആയിരിക്കണം, എങ്കിലേ ആ വില്ലനീസൊക്കെ കുറച്ച് പുറത്തോട്ട് വരൂ. സോ കിട്ടിയ റിപ്പോർട്ട്സ് വെച്ച് നോക്കുമ്പോൾ ഡൂംസ്ഡേന്റെ സ്റ്റാർട്ടിംഗ് സീൻ തന്നെ കുറച്ച് ബ്രൂട്ടലായിരിക്കും. ഓപ്പണിംഗ് സീക്വൻസ് ഇങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഓവറോൾ സിനിമ എങ്ങനെയായിരിക്കും എന്ന് ഇപ്പോൾ ആലോചിക്കാൻ പോലും വയ്യ. അപ്പോൾ ഓപ്പണിംഗ് സീക്വൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇൻകർഷൻ ഈവന്റ് ട്രിഗർ ആകും. സോ ആ രണ്ട് യൂണിവേഴ്സും മെർജ് ആകുന്ന ആ ടൈമിൽ നമ്മുടെ ഫേവറേറ്റ് സൂപ്പർ ഹീറോസ് മരണപ്പെടുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്സ്. ഈ ഇൻകർഷൻ ഇവന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് യൂണിവേഴ്സ് ഒരുമിച്ച് കൂട്ടിമുട്ടാൻ വരുന്നതാണ് ഇൻകർഷൻ ഇവന്റ്. ഒരു യൂണിവേഴ്സിൽ നിന്ന് മറ്റൊരു യൂണിവേഴ്സിലേക്ക് ഡ്രീം വർക്ക് ചെയ്തോ അതോ കുറച്ച് പോർട്ടൽ തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പോയാൽ ഈ രണ്ട് യൂണിവേഴ്സ് അടുത്തോട്ട് വരാൻ തുടങ്ങും. അങ്ങനെ അടുത്തോട്ട് വരുമ്പോൾ രണ്ട് യൂണിവേഴ്സും കൂടെ ഇങ്ങനെ കൂട്ടിമുട്ടി ഇല്ലാതാകും, രണ്ടും അങ്ങ് ഇല്ലാതാകും. ആ ഈവന്റിനെ വിളിക്കുന്നതാണ് ഇൻകർഷൻ ഇവന്റ്. നിങ്ങൾ ഈ ഡോക്ടർ സ്ട്രേഞ്ച് മൂവി തന്നെ കണ്ടിട്ടുണ്ടാവും. അതിൽ ഈവിൾ ഡോക്ടർ സ്ട്രേഞ്ച് ഡ്രീം വർക്ക് ചെയ്യുമ്പോൾ ആ ഈവിൾ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ യൂണിവേഴ്സും വേറൊരു യൂണിവേഴ്സും കൂടി ഇങ്ങനെ ഇൻകർഷൻ ഇവന്റ് ഇങ്ങനെ ഡിസ്ട്രോയ് ആകേണ്ട വക്കിൽ നിൽക്കും. ആ സീനിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്ര ഡേഞ്ചറസും ഡാർക്കും ആണെന്ന്. പക്ഷെ ഇൻകർഷൻ ഇവന്റിൽ നിന്ന് രക്ഷപ്പെടാനൊരു വഴിയുണ്ട്. ഈ രണ്ട് യൂണിവേഴ്സും കൂട്ടിമുട്ടുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു യൂണിവേഴ്സ് നമ്മൾ ഡിസ്ട്രോയ് ചെയ്യണം. കാരണം രണ്ട് യൂണിവേഴ്സ് ഉള്ളപ്പോൾ രണ്ടും തന്നെ കൂട്ടിമുട്ടും. അപ്പോൾ ഒരു യൂണിവേഴ്സിലുള്ള ഹീറോസ് ഒരു യൂണിവേഴ്സിന് ഡിസ്ട്രോയ് ചെയ്താൽ ഒന്നിനോടെയും കൂട്ടിമുട്ടാനില്ല. അപ്പോൾ അത് സേഫ് ആയിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നല്ലേ? ഒന്നിനെ ഡിസ്ട്രോയ് ചെയ്താൽ ഒന്നിന് കൂട്ടിമുട്ടാനൊന്നും കാണത്തില്ല, അപ്പോൾ ഒന്ന് സേഫാണ്. അങ്ങനെ കോമിക്കിൽ ഒരു പ്രാവശ്യം ഇൻകർഷൻ ഇവന്റ് ട്രിഗർ ആവുന്ന ഒരു സ്റ്റോറി ലൈനൊക്കെ ഉണ്ട്. അതിൽ നമ്മുടെ അവഞ്ചേഴ്സിന്റെ യൂണിവേഴ്സും വേറൊരു യൂണിവേഴ്സും കൂടെ ഇൻകർഷൻ ഇവന്റ് ട്രിഗർ ആവും. അപ്പോൾ അവഞ്ചേഴ്സ് ആ യൂണിവേഴ്സിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ കുറച്ച് സ്റ്റോറി പോകും. അവഞ്ചേഴ്സ് ഹീറോസ് ആണ്, നമുക്ക് തന്നെയാണ് നമ്മുടെ ഫേവറേറ്റ് ഹീറോസ്. പക്ഷെ അവരുടെ സ്വന്തം യൂണിവേഴ്സിലോട്ട് ഒരു പ്രശ്നം വന്ന് അവർക്ക് സ്വന്തം യൂണിവേഴ്സിനെ രക്ഷിച്ചേ പറ്റൂ, അവർക്ക് വേറെ വഴിയില്ല. സോ അവർ ബില്യൺസ് ഓഫ് ഇന്നസെന്റ് പീപ്പിൾസിനെ തന്നെ കൊല്ലാൻ തീരുമാനിക്കും. ഇതിൽ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യും? ഇപ്പുറത്ത് ഇന്നസെന്റ് പീപ്പിൾസ് ആണ്, അപ്പുറത്ത് ഇന്നസെന്റ് പീപ്പിൾസ് ആണ്. അപ്പോൾ നമുക്ക് തന്നെ കുറച്ച് കൺഫ്യൂഷൻ ആണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഡൂംസ്ഡേന്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ വരാൻ പോകുന്നത്. ഓപ്പണിംഗ് സീനിൽ തന്നെ ഈ ഇൻകർഷൻ ഇവന്റ് ഇമ്പാക്ട് എത്രത്തോളം വലുതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കി തരാനാണ് മാർവൽ അറ്റംപ്റ്റ് എടുക്കുന്നത്. സോ സ്റ്റാർട്ടിങ്ങിൽ, അതായത് നമ്മുടെ ഡൂംസ്ഡേ സിനിമയിൽ ഇല്ലാതാകാൻ പോകുന്ന രണ്ട് യൂണിവേഴ്സിൽ ഒരു യൂണിവേഴ്സ് നമ്മുടെ ടോബി മെഗുവയർ സ്പൈഡർമാനാണ്. പക്ഷെ ടോബിനെ ഇതുവരെ നമ്മുടെ ഇപ്പോൾ ഡൂംസ്ഡേ സിനിമയിൽ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സ്റ്റോറി എങ്ങനെ പോകുമെന്നറിയില്ല. പക്ഷെ ടോബി ഉറപ്പായും ഈ ഡൂംസ്ഡേയിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ കിട്ടുന്ന ലീക്സ്. രണ്ടാമത്തെ യൂണിവേഴ്സ് ചെയ്ത് നോക്കി ഇപ്പോൾ റീസെന്റ് നമ്മുടെ ഡൂംസ്ഡേന്റെ ടീസർ റിലീസായില്ലേ, അതിൽ കാണിച്ച എക്സ്മെൻ യൂണിവേഴ്സാണ്. സോ എക്സ്മെനും ടോബി മെഗുവയറും ആ രണ്ട് യൂണിവേഴ്സും തമ്മിലാണ് ഇൻകർഷൻ ഇവന്റ് ട്രിഗർ ആകാൻ പോകുന്നത്. അതിനുള്ള ലീഡ് ആ ടീസർ തന്നെ കാണാൻ പറ്റും. കാരണം എക്സ്മെൻ യൂണിവേഴ്സിൽ അവരുടെ വേൾഡ് നോക്കിയാൽ തന്നെ ഫുള്ളി കൊളാപ്സ്ഡ് ആയാണ് കിടക്കുന്നത്. സോ എക്സ്മെന്റെ യൂണിവേഴ്സും നമ്മുടെ ടോബി മെഗുവയർ സ്പൈഡർമാന്റെ യൂണിവേഴ്സും ഒന്നിനോടൊന്ന് കൂട്ടിമുട്ടാൻ പോകുന്നു. സോ നമ്മൾ മറ്റേ കോമിക്കിൽ കണ്ട പോലെ തന്നെ അവഞ്ചേഴ്സ് വേറൊരു യൂണിവേഴ്സിനെ ഇല്ലാതാക്കാൻ നോക്കുന്നത് പോലെ എക്സ്മെൻ നമ്മുടെ ടോബി മെഗുവയർ സ്പൈഡർമാന്റെ യൂണിവേഴ്സ് ഇല്ലാതാക്കാൻ നോക്കുന്നതാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് സീൻ ഡൂംസ്ഡേ. ഈ ടീസർ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണും, സൈക്ലോപ്സ് ഇങ്ങനെ കരയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ചിലപ്പോ നടക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോ ഈ ടോബിനെ കൊന്നിട്ടായിരിക്കണം, ടോബിനെയും അപ്പുറത്തെ യൂണിവേഴ്സിലെ ബില്യൺസ് ഓഫ് ഇന്നസെന്റ് പീപ്പിൾസിനെ കൊന്നിട്ടായിരിക്കണം സൈക്ലോപ്സ് അങ്ങനെ ഇരുന്ന് കരയുന്നത്. പക്ഷെ ഇത് കൺഫേംഡ് അല്ല, ചെറിയൊരു ഡൗട്ട് അത്രേ ഉള്ളൂ, ഇങ്ങനെ സൈക്ലോപ്സ് ടോബിനെ കൊല്ലുമെന്ന്. ഈ എക്സ്മെന്റെ യൂണിവേഴ്സും ടോബിയുടെ യൂണിവേഴ്സും ഫൈറ്റിന് വന്നാലും ടോബിക്ക് ഒറ്റയ്ക്ക് നടിക്കാൻ പറ്റത്തില്ല. സ്പൈഡർമാൻ പവർഫുൾ ആണ്, എന്നാലും ടോബി എപ്പുറത്ത് ഒറ്റയ്ക്കും എക്സ്മെന്റെ ഒരു ഫുൾ ടീമും തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും കൂട്ടിമുട്ടിയാലും ടോബി തന്നെ തോക്കും, അതുറപ്പാണ്. ടോബിയുടെ സപ്പോർട്ടിന് നോക്കിയാൽ പോലും അവഞ്ചേഴ്സോ അതോ വേറെ ഏതോ സൂപ്പർ ഹീറോസോ ഒന്നുമില്ല. ടോബി മെഗുവയറിന്റെ യൂണിവേഴ്സിൽ ആ ഒരേ ഒരു സ്പൈഡർമാൻ എന്ന ഒരേ ഒരു സൂപ്പർ ഹീറോ മാത്രമേ ഇപ്പോൾ ടോബിയുടെ യൂണിവേഴ്സിലുള്ളൂ. അതുകൊണ്ട് ടോബി ഒറ്റയ്ക്ക് തന്നെ അടിച്ചാവണം. എന്നാലും ടോബിക്ക് അടിക്കാൻ പറ്റത്തില്ല ഒറ്റയ്ക്ക്. അതുകൊണ്ട് എക്സ്മെൻ തന്നെ ജയിക്കുന്ന രീതിക്കായിരിക്കും വരുന്നത്.
സോ ടോബി വിസസ് എക്സ്മെൻ ഫൈറ്റ്, ടോബി മെഗയർ സ്പൈഡർമാൻ വിസസ് എക്സ്മെൻ ഫൈറ്റ് ഈ സിനിമയെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ വേറൊരു ലീക്ക് നോക്കിയാൽ ഈ ടോബി വിസസ് എക്സ്മെൻ ഫൈറ്റിന്റെ ഇടയിൽ തന്നെ നമ്മളെ വൂൾവറിനും ഡെഡ്പൂളും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഈ വൂൾവറിനും ഡെഡ്പൂളും പിന്നെ ടോബി അവർ മൂന്നുപേരും തന്നെ ഇതുവരെയും ഈ ഡൂംസ്ഡേയിൽ കൺഫേം ചെയ്യാത്ത ക്യാരക്ടേഴ്സാണ്. പിന്നെ എങ്ങനെയായിരിക്കും ഈ ലീക്ക് പുറത്തു വന്നതെന്നറിയില്ല. പക്ഷേ ടോബിനെ വെച്ചുള്ള ലീക്ക് ഏതാണ്ട് എത്തിയെങ്കിലും ട്രസ്റ്റബിൾ ആണ്. പക്ഷേ ഈ ഡെഡ്പൂളിനെ വൂൾവറിനെ വെച്ചുള്ള ലീക്കാണ് കുറച്ച് ട്രസ്റ്റബിൾ അല്ലാത്തത്. കാരണം ഇപ്പോൾ ഡെഡ്പൂളും വൂൾവറിനുള്ളത് വേറെ യൂണിവേഴ്സിലാണ്. അപ്പോൾ ഇവർ ഇങ്ങനെയായിരിക്കും ഈ യൂണിവേഴ്സിൽ വന്നതെന്നും പിടിയില്ല. ചിലപ്പോൾ ടിവിന്റെ ഹെൽപ്പ് വെച്ച് വന്നതാകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സിനിമ നോക്കിയാലേ നമുക്ക് മനസ്സിലാകൂ. ഇപ്പോൾ വന്ന എക്സ്മെൻ നമ്മുടെ ഫേവറേറ്റ് ക്യാരക്ടറായ ടോബി മെഗയർ സ്പൈഡർമാനെ കൊന്നാലും ഫാൻസ് അത്ര ഹാപ്പി ആയിരിക്കത്തില്ല. ഫാൻസ് അതിനോട് അങ്ങ് യോജിക്കില്ല. അതുകൊണ്ട് അവൻ്റെ ഡെത്ത്, നമ്മുടെ സ്പൈഡർമാൻ്റെ ഡെത്ത് കുറച്ച് ജസ്റ്റിഫൈഡ് ആയിരിക്കണം. ജസ്റ്റിഫൈ ചെയ്താലേ ഫാൻസിന് എത്തിയെങ്കിലും അത് യോജിക്കത്തുള്ളൂ. ഇൻഫിനിറ്റി വാറിൽ ലോക്കീനെ കൊല്ലുമ്പോൾ കുറച്ച് ജസ്റ്റിഫൈഡ് ആയിട്ട് തോന്നിയതുപോലെ അത്ര ഇമ്പാക്ട്ഫുൾ ആയിരിക്കണം ടോബിനെ കൊല്ലുമ്പോൾ. അല്ലാതെ വന്നു കൊന്നു പോയി എന്നതുപോലെയായ കുറേ നെഗറ്റീവ് അടിക്കും ഫാൻസ് തന്നെ. സോ അത് മാർവൽ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഈ ടോബിനെ കൊല്ലാതെ, ഇത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്, ഈ ടോബിനെ കൊല്ലാതെ അവനെ മരണത്തിന്റെ വക്കിലിട്ടിട്ട് പോയതിനു ശേഷം നമ്മൾ TV അകത്ത് കയറി ടോബിനെ എടുത്ത് വേറെ അങ്ങനെ ആ സ്റ്റോറി വേറെ രീതിയിലോട്ട് പോയാലും നൈസായിരിക്കും. അങ്ങനെ ടോബി വീണ്ടും റിവഞ്ചിന് വരുന്നതും അങ്ങനെ നടക്കുമെന്ന് സംഭവിക്കില്ല. ഫസ്റ്റ് ഈ ലീക്കേ നടക്കുമെന്ന് സംഭവിക്കില്ല. പിന്നെ എങ്ങനെയാണ് ആ ലീക്ക് ജസ്റ്റ് ഒരു ഗസ്റ്റ് ചെയ്ത് വയ്ക്കാം. പക്ഷെ എന്തായാലും ടോബിക്ക് കുറെ അടി കിട്ടുമെന്ന് ഉറപ്പാണ്. ഈ ഡെഡ്പൂളും വൂൾവറിനും എങ്ങനെ ഇതിൻ്റെ ഇടയിൽ പെട്ടുവെന്നും നമുക്ക് കാത്തിരുന്നതിനെ കാണാം. സോ നെക്സ്റ്റ് നോക്കിയാൽ ഈ എക്സ്മെനും അവഞ്ചേഴ്സും തമ്മിലൊരു വലിയ ഫൈറ്റാണ്. അതിന് 100% തന്നെ ഉറപ്പ് പറയാം. പക്ഷേ എക്സ്മെൻ്റെ യൂണിവേഴ്സും ഈ അവഞ്ചേഴ്സിൻ്റെ യൂണിവേഴ്സും ഇൻകർഷൻ ഇവന്റ് കാരണമാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ ഇൻകർഷൻ ഇവന്റിൽ ഈ രണ്ട് യൂണിവേഴ്സ് എങ്ങനെയാണ് പെട്ടതെന്ന് ഇതുവരെയും ഒരു കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അതിന്റെ പിന്നിൽ മിക്കവാറും നമ്മുടെ ഡോക്ടർ ഡൂം ആയിരിക്കും. ബിക്കോസ് ഡോക്ടർ ഡൂമിന് കുറച്ച് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ഡോക്ടർ ഡൂം ആകാനാണ് ചാൻസ്. കാരണം ഡോക്ടർ ഡൂമിന് ആവശ്യമായത് അവനെ തന്നെ, ആ ഡോക്ടർ ഡൂമിനെ ഗോഡായിട്ട് കാണുന്ന ഒരു യൂണിവേഴ്സാണ്. സോ ഈ നമ്മൾക്ക് അറിയാവുന്നത് അറിഞ്ഞൂടാത്തതുമായ കുറേ യൂണിവേഴ്സിനെയൊക്കെ ഇൻകർഷൻ ഈവന്റിൽ ട്രിഗർ ചെയ്തതിനു ശേഷം അത് ബ്രേക്ക് ആയതിനു ശേഷം അതിൻ്റെ ഫേവററ്റ്, അതായത് ഡോക്ടർ ഡൂമിന് ആവശ്യമായ ടൈം ലൈൻസ് മാത്രം എടുത്ത് ഒരു ബാറ്റിൽ വേൾഡിനെ ക്രിയേറ്റ് ചെയ്യാനാണ് ഇതുവരെയുള്ള ഡോക്ടർ ഡൂമിന്റെ ഇപ്പോഴത്തെ ഐഡിയ. അതായിരിക്കും ഡൂംസ്ഡേന്റെ കോർ കോൺസെപ്റ്റ് തന്നെ. അപ്പോൾ ഈ ബാറ്റിൽ വേൾഡിൽ നമ്മുടെ സ്പൈഡർമാനൊക്കെ കാണും. അപ്പോൾ സീക്രട്ട് വാർസ് നോക്കിയാൽ ഈ ഡൂംസ്ഡേ തന്നെ ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ആവും. അതിനുശേഷം സീക്രട്ട് വാർസ് പിന്നീട് ഒരു സോഫ്റ്റ് റീബൂട്ടൊക്കെ കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങനെ പുതിയൊരു സാഗയിലോട്ട് കിക്ക് ഓഫ് ആവും. സോ ഇപ്പോൾ കിട്ടിയ അപ്ഡേറ്റ്സ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കിടിലൻ അപ്ഡേറ്റ്സിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ അടുത്തൊരു കിടിലൻ അമേസിംഗ് വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.